ചെറിയ പെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്ത് ചെയ്തിട്ട് അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുക. ആ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം വജ്ജഹത്ത് ഓതൽ സുന്നത്തുണ്ട്. അതായത് ദുആഉൽ ഇഫ്തിതാഹ്. വജ്ജഹത്തിന് ഉപേക്ഷിക്കാൻ പാടില്ല. അപ്പോൾ ആദ്യത്തെ തക്ബീറിന് ശേഷം വജ്ജഹത്ത് ഓതണം. വജ്ജഹത്ത് ഓതിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം തക്ബീർ കെട്ടണം. അല്ലാഹു അക്ബർ എന്ന തക്ബീർ കെട്ടും. അതായത് വജ്ജഹത്ത് കഴിഞ്ഞതിന് ശേഷം 7 തക്ബീറുകൾ. അതായത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ആ തക്ബീർ ഉണ്ടല്ലോ അല്ലാഹു അക്ബർ, അത് 7ൽ 1 അത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ഫർളായ തക്ബീറാണ്. അതേത് അല്ലാഹു അക്ബർ എന്നുള്ളത് ഫർളായ തക്ബീറാണ്. ആ തക്ബീറിന് ശേഷം വജ്ജഹത്ത് ഓതണം. വജ്ജഹത്ത് ഓതിയതിന് ശേഷം 7 തക്ബീർ, മറക്കരുതേ 7 തക്ബീർ. ഓരോ തക്ബീറുകളുടെയും ഇടയിൽ തസ്ബീഹ്, അതുപോലെ ഹംദ് ചെയ്യുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ, അല്ലാഹു അക്ബർ പറയാ, അതൊക്കെ സുന്നത്തുണ്ട്. അതായത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയൽ സുന്നത്തുണ്ട്. ഒന്നുകൂടെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ഓരോ തക്ബീറിൽ നമ്മൾ അങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയതിനു ശേഷം നമ്മൾ രണ്ടാമത്തെ തക്ബീറിൽ നമ്മൾ കയ്യിനെ അയച്ചിട്ടിട്ട് അല്ലാഹു അക്ബർ അങ്ങനെയും പറയൽ സുന്നത്തുണ്ട്. പിന്നെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിനോട് ഒന്നിച്ച് മഅ്മൂമിങ്ങൾക്കും ഉറക്കനെ അല്ലാഹു അക്ബർ എന്ന് പറയൽ സുന്നത്തുണ്ട്. ശരിക്ക് ശ്രദ്ധിക്കുക, വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ പാപ്പ ഇമാമ് മക്കളും ഭാര്യയൊക്കെ മഅ്മൂമിങ്ങളായി നിസ്കരിക്കുമ്പോൾ പാപ്പ പറയുമ്പോൾ അല്ലാഹു അക്ബർ പറയുമ്പോൾ ബാക്കിൽ നിന്ന് നമ്മളും അല്ലാഹു അക്ബർ കൈ ഉയർത്തി അങ്ങനെ അല്ലാഹു അക്ബർ പറയാം. അതിൻ്റെ ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള ദിക്റും ചൊല്ലുക. ഇത് പറയേണ്ടത് ഫാത്തിഹ ഓതുന്നതിന് മുമ്പാണ്. ഫാത്തിഹ തുടങ്ങിയ പിന്നെ ഈ തക്ബീറിലേക്ക് മടങ്ങാൻ പാടില്ല. കാരണം ഇത് സുന്നത്താണ്. ഫാത്തിഹ ഫർളാണ്. ഫർളായ ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ ഇതിലേക്ക് സുന്നത്തിലേക്ക് മടങ്ങാൻ പാടില്ല. നേരെ മറിച്ച് അഊദ് ഓതിയാൽ നമുക്ക് തക്ബീറിലേക്ക് മടങ്ങാം. ബിസ്മി ചൊല്ലിപ്പോയാൽ പിന്നെ എന്താവാൻ പാടില്ല, ഈ തക്ബീറിലേക്ക് മടങ്ങാൻ പാടില്ല. 1